ആദമിനും ഹൗവയ്ക്കും യഥാർത്ഥമായി നന്ദി നിറഞ്ഞൊരു ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ കർത്താവ് തന്ന എല്ലാ പഴങ്ങളും ഭക്ഷിച്ച്, കർത്താവേ, വളരെ നല്ല കാര്യം, നീ കരുണാസമ്പന്നനാണ്, അങ്ങ് ദയാലുവാണ്, മറ്റെല്ലാ പഴങ്ങളും ഭക്ഷിക്കാം, ഒരു പഴം മാത്രമാണല്ലോ ഭക്ഷിക്കരുതെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നത്, അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങയ്ക്ക് നന്ദി കരയറ്റുന്നു എന്ന് പറയുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടെന്നറിയില്ല, ദൈവം ഭക്ഷിക്കാൻ അനുവദിച്ച എല്ലാ പഴങ്ങളും ഓർത്ത് ഒരു നന്ദി നിറഞ്ഞതായ ഹൃദയം ഹൗവയിലില്ലാത്തതുകൊണ്ട് അസംതൃപ്തി തൻ്റെ ഉള്ളിലുണ്ടായി. എന്താണ് എല്ലാ പഴങ്ങളും ഭക്ഷിക്കാം, ആ ഒരു പഴം മാത്രം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്? ആ പഴം ഭക്ഷിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? പ്രിയമുള്ളവരെ, നിങ്ങളോടൊരു വാസ്തവം ഞാനിപ്പോൾ പറയുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം സംഭവിച്ചാൽ എത്ര നല്ലതാണല്ലേ? നമ്മൾ ആശിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നത്, നമ്മെ മുറിവേൽപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നത് ഒന്നുമില്ല എങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ? എന്നാൽ അത് സാധ്യമാണെന്നാണോ? സതീഷ് കുമാറിൻ്റെ ജീവിതത്തിൽ സതീഷ് കുമാറിനെ വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാണോ? സതീഷ് കുമാറിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതായ പ്രശ്നങ്ങൾ ഇല്ലെന്നാണോ? നിങ്ങൾ വിചാരിച്ചേക്കാം, സതീഷ് കുമാറിന് എന്തിൻ്റെ കുറവാണുള്ളത്? അത്ഭുതകരമായൊരു ആലയം ദൈവം കൊടുത്തു, അത്ഭുതകരമായ ശുശ്രൂഷ ദൈവം കൊടുത്തിട്ടുണ്ട്, എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചേക്കാം. എനിക്കറിയാം എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, എനിക്കറിയാം ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഭാരങ്ങൾ എന്തൊക്കെ, എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നതായ വേദനകൾ എന്തൊക്കെയെന്ന് എനിക്കറിയാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളും, എന്തെങ്കിലുമൊക്കെ വേദനകളും നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. പലപ്പോഴും ആ പ്രശ്നങ്ങളും ആ പ്രതിസന്ധികളും നിങ്ങളുടെ മനസ്സിൽ വേവലാതി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അത് നിങ്ങളുടെ സന്തോഷവും സമാധാനവുമൊക്കെ കെടുത്തിക്കളഞ്ഞേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ, എൻ്റെ ഹൃദയം വേദനിക്കുന്നതായ പരിസ്ഥിതി ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ എന്തെന്നറിയാമോ? ഒരു നിമിഷം ദൈവം എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഞാൻ ഓർക്കും. ഒരു നിമിഷം എനിക്ക് തന്നിരിക്കുന്ന കുടുംബത്തെ ഞാൻ നോക്കും. ദൈവം തന്ന മക്കളെ ഞാൻ നോക്കും. ദൈവം എനിക്ക് തന്നിരിക്കുന്നതായ ശുശ്രൂഷയെ ഞാൻ നോക്കും. ദൈവകൃപയെ ഞാൻ ഓർക്കും. ദൈവവചനം ഉപദേശിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തെ ഞാൻ ഓർക്കും. ഇവയെല്ലാം ഞാൻ ഓർക്കുമ്പോൾ ഏത് പ്രശ്നമാണോ എൻ്റെ ഹൃദയത്തിൽ വേദനകളും മുറിവുകളും ഉണ്ടാക്കുന്നത്, അവയെല്ലാം ഞാൻ മറന്നുപോകുവാൻ ഇടയാകും. മറന്നുപോയിട്ട് ഈ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ വിഷയങ്ങളെക്കാൾ ഈ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഇവ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നറിയാമോ? എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഇവയുടെയെല്ലാം മധ്യയിൽ നീ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് നിന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളല്ല. നിന്റെ മനസ്സിൽ കടന്നു വരേണ്ടത് നിന്നെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെയോ നീ പ്രാപിച്ചെടുത്ത അനുഗ്രഹങ്ങൾ നിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ അവൻ നിന്നോട് കാണിച്ച സ്നേഹം, നിനക്ക് നൽകിയ കൃപ. അയ്യോ, എന്ത് നന്മയാണ് ബ്രദറെ, എന്തനുഗ്രഹങ്ങളാണ്. കുറേ കാലമായി പ്രമോഷന് വേണ്ടി കാത്തിരിക്കുകയാണ്, ശമ്പള വർധനവിനായി കാത്തിരിക്കുന്നു, കുറേ നാളുകളായി ജോലിയൊന്ന് സ്ഥിരപ്പെടുവാനായിട്ട് കാത്തിരിക്കുകയാണ്. എവിടെയാണ് ജോലി? എവിടെയാണ് എനിക്ക് സ്ഥിരപ്പെടാൻ കഴിഞ്ഞത്? എവിടെയാണ് എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടിയത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജോലി പോലുമില്ലാതെ ഭാരപ്പെടുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നീ പ്രമോഷന് വേണ്ടി കരയുന്നു. ഒരു ജോലി ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള ആരോഗ്യമില്ലാതിരിക്കുന്ന ആളുകൾ, അനേകം ആളുകളുണ്ട്. ഇന്ന് നിന്നെക്കുറിച്ച് തന്നെ നീ ചിന്തിക്കുകയാണെങ്കിൽ, നീ ആയിരിക്കുന്നതായ സ്ഥിതിയെക്കുറിച്ച് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കേണ്ടതായ അവസരങ്ങൾ ഒരുപാടുണ്ട്. ആദമും ഹൗവയും
ആ ഒരു പഴം ഭക്ഷിക്കാൻ പോകാതെ ദൈവത്തെ സ്തുതിക്കേണ്ടതിനു വേണ്ടി കാരണമായ ഒരുപാട് ഫലങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്നതായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവയെക്കുറിച്ച് ചിന്തിക്കാതെ മറിച്ച് എന്നെ സന്തോഷിപ്പിക്കുന്ന എനിക്ക് അനുഗ്രഹപ്രദമായ മറ്റനേകം കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. അവയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഈ വേദനയുടെ കാര്യം ഞാൻ പിന്നെ ഓർക്കുകയേ ഇല്ല. ഇത് ശരിയാണോ അല്ലയോ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് നിങ്ങൾ ഏതു വിഷയത്തിലാണോ സമാധാനമില്ലാതിരിക്കുന്നത്, ഏതു വിഷയത്തിലാണോ വേദന അനുഭവിക്കുന്നത്, ഏതു വിഷയത്തിലാണോ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതുതന്നെ നിങ്ങൾ ഓർത്തുകൊണ്ടിരുന്നാൽ പിന്നെ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. ഹൗവ ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവം തിന്നുവാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു പഴത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എന്തുകൊണ്ട് തിന്നാൻ പാടില്ല? എന്തുകൊണ്ടാണ് ദൈവം അരുതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം തടഞ്ഞത്? ഇതേ ഒരു ചിന്ത, ഇതേ ഒരു വേദനയാണ്. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്നതായ പഴങ്ങൾ തിന്നുകൂടായോ? അതുപോലെ തന്നെ തൃപ്തി കലകി സന്തോഷത്തോടുകൂടി എനിക്ക് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ വരൂ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, വളരെ വ്യക്തമായും ലളിതമായും ഞങ്ങളോടെല്ലാം നീ സംസാരിച്ചുവല്ലോ. നന്ദിയില്ലാത്തതായ ഒരു ഹൃദയം പലപ്പോഴും വളരെ വിദഗ്ധമായി പിശാച് ഞങ്ങളിൽ ആ ഒരു സ്വഭാവം കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളെ നരകതുല്യമാക്കി മാറ്റാറുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ളതായ ഭാവമുണ്ടാക്കിക്കൊണ്ട് സംതൃപ്തിയില്ലാത്ത ജീവിതത്തോടുകൂടി സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നന്ദി കരയറ്റുവാൻ കഴിയാതെ സംതൃപ്തിയില്ലാതെ പിശാച് ഞങ്ങളുടെ മനസ്സിനെ മാറ്റുന്നതുകൊണ്ട് എത്രയോ ആളുകളുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തിയില്ലാതെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന്. എന്താണോ ഞങ്ങൾക്കുള്ളത് ആ ഒരു വിഷയത്തിൽ വളരെ സംതൃപ്തിയുള്ളവരായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ എല്ലാറ്റിനെയും ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.